Royal Bazaar, one destination for every home need. 100% quality groceries, fruits, stationery items എല്ലാം ഓഫറുകളോടെ തന്നെ ഇവിടെ ലഭ്യമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡഡ് ഹോം അപ്ലയൻസസും ഇവിടെ ലഭ്യമാണ്. അതും EMI ഓപ്ഷൻസിലൂടെ. ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം. റോയൽ ബസാർ, മെയിൻ റോഡ്, ചേലക്കര. തരൂർ പൂതക്കോട് ശ്രീകുറുമ്പ ഭഗവതിയുടെ വേല മഹോത്സവം വെള്ളിയാഴ്ച. തരൂർ പൂതക്കോട് ശ്രീകുറുമ്പ ഭഗവതിയുടെ വേലാഘോഷ ഭാഗമായുള്ള കൊടിയേറ്റം മാർച്ച് 29 നടന്നു. വേലാഘോഷം ഏപ്രിൽ 4 വെള്ളിയാഴ്ചയാണ്. വേലാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിറച്ചാർത്താർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊടിയേറ്റ് നാൾ മുതൽ ക്ഷേത്രത്തിൽ നാദസ്വര കച്ചേരി, സന്ധ്യാവേല, തുടർന്ന് 7 വട്ടം പൊറോട്ടം, നാടകം, കളി എന്നിവ നടന്നുവരുന്നു. കൂടാതെ ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ശുദ്ധികലശം, വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. ബുധനാഴ്ച പ്രതിഷ്ഠാദിന വാർഷിക ഭാഗമായി പൂതക്കോട് ഭഗവതി ശിവക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടന്നു. തുടർന്ന് നിരവധി സ്ത്രീകൾ പങ്കെടുത്ത പൊങ്കാല സമർപ്പണവും ഭക്തി ആദരം നടന്നു. പ്രസാദൂട്ടും നൃത്തസന്ധ്യയും സംഘടിപ്പിച്ചിരുന്നു. തരൂർ ശ്രീ പൂതക്കോട് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവ പരിപാടികളെക്കുറിച്ച് വേല കമ്മിറ്റി പ്രസിഡന്റ് KG രാജേഷ് സംസാരിക്കുന്നു. ഈ വരുന്ന 4-ാം തീയതി, അതായത് മറ്റന്നാള്, തരൂർ വേല മഹോത്സവം ഭംഗിയായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തരൂർ വേല കമ്മിറ്റി. കഴിഞ്ഞ ഒരു മാസക്കാലമായി തരൂർ ദേശം ഒന്നാകെ ഈ ഉത്സവത്തെ ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഭാഗമായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് വേല കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ മാർച്ച് 29 കൂറയിടുകയും തുടർന്ന് 6 ദിവസത്തെ എഴുന്നള്ളത്ത് വിവിധ തറവാട് വക നടക്കുകയും അതിനുശേഷം ഏപ്രിൽ 4 ആണ് വേല നടക്കുന്നത്. കേരളത്തിലെ പ്രഗത്ഭരായ വാദ്യപ്രമാണിമാരും കേമന്മാരായ ഗജകേസരികളുമാണ് തരൂർ വേലയ്ക്ക് എത്തിച്ചേരുന്നത്. ഒപ്പം തന്നെ പരമ്പരാഗതമായുള്ള അതിഗംഭീരമായ വെടിക്കെട്ട് കൂടി ഈ വർഷത്തെ വേല മഹോത്സവത്തിന്റെ ചടങ്ങിൽ വേല കമ്മിറ്റി ഉൾപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പൊങ്കാല സമർപ്പണം, അന്നദാനം തുടങ്ങി വിശേഷാൽ പൂജകളും ശ്രീ കുറുമ്പക്കാവിലും ശ്രീ പൂതക്കോട് ഭഗവതി ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠാദിന പൂജകളും എല്ലാം കൂടി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന തരൂരിന്റെ ഉത്സവമാണ് ഈ തരൂര് വേല. വിവിധ വിഭാഗങ്ങളുടെ ഉത്സവ വരവ് വേല ദിവസം തരൂർ ദേശമന്നത്ത് എത്തിച്ചേരുന്നു. ശ്രീ കുറുമ്പ ഭഗവതിയുടെയും ശ്രീ പൂതക്കോട് ഭഗവതിയുടെയും ഈ ഉത്സവം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദേശം ഒന്നടങ്കം കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേല ദിവസം വെള്ളിയാഴ്ച 5 ഗജവീരന്മാർ ഉത്സവത്തിന് പ്രൌഢി പകരുവാനായി സാന്നിധ്യമരുളും. പുതുപ്പള്ളി സാധു തിടമ്പേറ്റും. പ്രശസ്ത വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന തരൂർ വേല മഹോത്സവത്തിന് വാനിൽ വർണ്ണവിസ്മയം തീർക്കുന്ന കരിമരുന്ന് പ്രയോഗവും ഉത്സവ പ്രേമികളെ വിരുന്നൂട്ടും. ക്ഷേത്രത്തിൽ കാലത്ത് പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത്. കമ്മാന്തറ, കുളക്കാട്, ചേലക്കാട് കുന്ന്, വാളക്കര, കോഴിക്കാട് തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉത്സവ വരവും നടക്കും. ഈടുവെടിയും ഉണ്ടായിരിക്കും. പൊൻകുതിരയെ കുതിരക്കണ്ടത്തേക്ക് എഴുന്നള്ളിക്കലും ഇരട്ടത്തായമ്പകയും ഉത്സവത്തിന് സവിശേഷത തീർക്കുന്നു. ശനിയാഴ്ച പുലർച്ചെ 4:30 ഗജവീരന്മാർക്കൊപ്പം മേളത്തോടുകൂടി കുതിരമന്നം കയറൽ നടക്കും. തുടർന്ന് നടത്തുന്ന വെടിക്കെട്ടോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമാകുന്നത്. തരൂർ വേല ആഘോഷ പരിപാടികളെക്കുറിച്ച് വേല കമ്മിറ്റി ട്രഷറർ T സത്യനാരായണൻ വിശദമാക്കുന്നു. തരൂർ ദേശം ഉത്സാഹത്തിമർപ്പിലാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ വേല മഹോത്സവം എത്തിച്ചേർന്നിരിക്കുകയാണ്. രേവതി നക്ഷത്രത്തിൽ കൂറയിട്ട് തിരുവാതിര നാളിൽ ആഘോഷിക്കുന്ന തരൂർ വേല മഹോത്സവം, അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ശ്രീ പൂതക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന പൂജ ക്ഷേത്രം തന്ത്രി കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇവിടെ നടക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദേശവാസികളുടെ ദേവിക്ക് വേണ്ടിയിട്ടുള്ള പൊങ്കാല സമർപ്പണവും ഇന്നിവിടെ നടക്കുകയുണ്ടായി. ഇന്നലെ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശുദ്ധികലശം, വിശേഷാൽ പൂജകളും ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്തിൽ നടന്നു. രേവതി നക്ഷത്രത്തിൽ കൂറയിട്ട് തലശന്നവരെയും കണ്ടീശനെയും ദേശമന്നത്തേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് ശ്രീ പൂതക്കോട് ഭഗവതി ക്ഷേത്രത്തിലാണ് കൂറ ആദ്യമായിട്ടിടുന്നത്. പിന്നെ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുളങ്കൂറയിട്ട്
ആഘോഷിക്കുന്നു. തുടർന്ന് എല്ലാ ദിവസങ്ങളിലും ഈ ഒരാഴ്ച ദിവസങ്ങളിൽ തരൂരിലെ വിവിധ തറവാട്ടുകാരുടെ ദേശ എഴുന്നള്ളത്തുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ദിവസം പ്രത്യക്ഷ മഹാഗണപതി ഹോമം കാലത്ത് 5 മണിക്ക് അതും തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. തുടർന്ന് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഉത്സവ വരവ് ഇവിടെ ഉണ്ടാവുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഈടുവടി പുറപ്പെട്ട് ദേശമന്നത്ത് വെച്ച് നമ്മളിവിടെ ഗംഭീര ഈടുവടി നടത്തുന്നതാണ്. അതേപോലെ തന്നെ വൈകുന്നേരം കൃത്യം 3 മണിക്ക് പകൽവേല ആരംഭിക്കുന്നു. പ്രഗത്ഭരായ വാദ്യകലാകാരന്മാരും പ്രഗത്ഭരായ ആനകളും ഒക്കെയായി ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന വേല മഹോത്സവം വൈകിട്ട് 8 മണിയോടെ ദേശമന്നത്ത് വെച്ച് കൊട്ടിത്തിമർത്ത് ശ്രീ പൂതക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് അവസാനിക്കുന്നു. തുടർന്ന് ഗംഭീര വെടിക്കെട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പുലർച്ചെ പെട്ടിവേല 1 മണിക്ക് പുലർച്ചെ പെട്ടിവേല മഹോത്സവം ദേശപന്തലിൽ വെച്ച് എഴുന്നള്ളിക്കുന്നു. ആന പഞ്ചവാദ്യത്തോടെയും അതേപോലെ കുതിര എഴുന്നള്ളപ്പും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം പുലർച്ചെയുള്ള വെടിക്കെട്ടോടെ വേല സമാപിക്കുന്നു. 37 ലക്ഷത്തിൽ രൂപയുടെ ഒരു ബഡ്ജറ്റുമായിട്ടാണ് കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേശവാസികളുടെ നല്ല സഹകരണം ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. തുടർന്നും ഈ വേല ഗംഭീരപ്രദമാക്കുവാൻ ദേശവാസികൾ എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ്. എല്ലാവരും പൂർണ്ണമായി നമ്മളോട് സഹകരിക്കുന്നുള്ള ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഈ വേലമഹോത്സവം ഗംഭീരമാക്കി കഴിയുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദേവിയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ദേശവാസികൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. CCV ന്യൂസ് തിരുവല്ലോമല.